വിനോദ് സർ, കേരളത്തിൽ ഇടതുപക്ഷമാണ് ഭരിക്കുന്നതെങ്കിൽ മാറി മാറി വരുന്ന കേന്ദ്ര സർക്കാരുകൾ അതാരായാലും അവർ കൊണ്ടുവരുന്ന പദ്ധതികൾ അതിനെ എതിർക്കുക എന്നതൊരു ജന്മാവകാശം പോലെയാണ് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ കാണാറ്. ഇപ്പോഴിതാ PM-ശ്രീ പദ്ധതിയുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ എന്തിനായിരിക്കാം സംസ്ഥാന സർക്കാർ ഈ പദ്ധതിയോട് ഒരു വിമുഖത കാണിക്കുന്നത്? ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഒരു നേട്ടമുണ്ടാകും എന്ന് കരുതിയിട്ടാണോ, അതോ ഈ PM-ശ്രീ പദ്ധതിയിൽ നിന്ന് നമ്മുടെ കേരളത്തിന്, സംസ്ഥാനത്തിന് ഒന്നും ലഭിക്കാനില്ല എന്നറിഞ്ഞുകൊണ്ടാണ്? നീതു ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടത് സർക്കാർ കേരളം ഭരിക്കുന്നു. കഴിഞ്ഞ 11 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. സ്വാഭാവികമായും BJP കൊണ്ടുവരുന്ന ആശയങ്ങളോടും സംവിധാനങ്ങളോടും അല്ലെങ്കിൽ ഡെവലപ്മെന്റിനോടും പൊതുവെ ഒരു മുഖം ധരിച്ചിട്ടുള്ള ഒരു നടപടിയാണ് എന്നും ഇടത് സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. ഇതിനകത്ത് ധാരാളം ധനസഹായം ഇത്തരം സ്കീമുകളിലുണ്ട്. അപ്പോൾ അത്തരം സ്കീമുകളിൽ കൂടി കാര്യങ്ങൾ നടത്തുമ്പോൾ അത് ഇടത് സർക്കാരിന് ക്ഷീണമാകുമോ, അല്ലെങ്കിൽ ഇടത് സർക്കാർ ഭരിക്കുന്ന ഒരു സ്ഥലത്ത് BJPക്ക് കൂടുതൽ പ്രചാരം കിട്ടുമോ, അല്ലെങ്കിൽ ജനസ്വാധീനം വർദ്ധിക്കുമോ എന്നുള്ളത് എന്നും ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ ആശങ്കയായിരുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. ഇത് ഇപ്പൊ തുടങ്ങിയ ഒരു സംഭവമല്ല എന്നുള്ളതാണ് നാം ആദ്യം തിരിച്ചറിയേണ്ടത്. ഏകദേശം 5 വർഷങ്ങൾക്ക് മുൻപ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറഞ്ഞ് ഒരു പാർപ്പിട സംവിധാനം, അതായത് സാധാരണക്കാർ, പാവങ്ങൾക്ക്, തീരെ പാവങ്ങൾക്ക് നഗരത്തിലും ഗ്രാമപ്രദേശത്തിലും പാർപ്പിട സൗകര്യം നൽകാനുള്ള ഒരു പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരുന്നു. അതിന്റെ പേരായിരുന്നു ഈ പ്രധാനമന്ത്രി ആവാസ് യോജന. നമ്മൾ മനസ്സിലാക്കണം, പണ്ടൊക്കെ ആരാണോ ഭരിച്ചിരുന്നത് അവരുടെ പേര് വെച്ചാണ് എല്ലാ സംവിധാനങ്ങളും വന്നിരുന്നത്. ഇന്ദിരാഗാന്ധി ഇന്ന പദ്ധതി, രാജീവ് ഗാന്ധി ഇന്ന പദ്ധതി, ഇങ്ങനത്തെ പേര് വച്ചിട്ടാണ് ഇതിനു മുൻപുള്ള കോൺഗ്രസ് സർക്കാരിന്റെ പല പദ്ധതികളും നടപ്പിൽ വന്നിരുന്നത്. എന്നാൽ ഇപ്രാവശ്യം ഈ BJP ഭരിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പേര് വെച്ചിട്ടാണ് പലപ്പോഴും അത് വരിക. അതായത് ഏത് നരേന്ദ്രമോദി ആവാസ് യോജന എന്നായിരുന്നില്ല ആ പേര്. പക്ഷേ ഒരു വീട് വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോൾ, അതിന് കേന്ദ്ര സർക്കാർ പണം മുടക്കുന്നു എന്ന് പറയുമ്പോൾ, അത് സാധാരണക്കാർക്കിടയിൽ വലിയ പ്രതിഫലനമുണ്ടാക്കും, സ്വാധീനമുണ്ടാക്കും എന്ന് ഭയന്നിട്ട് ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതി പോലും നടപ്പിലാക്കുവാൻ കേരള സർക്കാർ വലിയ വിമുഖത കാണിച്ചിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഫണ്ട് സ്രോതസ് ശരിക്കും പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ 1.5 ലക്ഷം രൂപ നൽകും ഒരു വീട് വയ്ക്കാൻ. സംസ്ഥാന സർക്കാർ 50,000 രൂപ നൽകണം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എവിടെയാണോ വീട് വയ്ക്കുന്നത് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ 1 ലക്ഷം നൽകണം. ഇങ്ങനെ 3.5 ലക്ഷം കൊണ്ട് ആ വീട് 3 ലക്ഷം കൊണ്ട് ആ വീട് ശരിയാകുമെന്നായിരുന്നു ആ സങ്കല്പം. അപ്പോഴാണ് ഇതിന് കേരള സർക്കാരിന്റെ ഒരു വലിയ റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ ഒരു തടസ്സം അവിടെ ഉണ്ടായത്. ഇത് പദ്ധതി നടപ്പാക്കാൻ 2-3 വർഷം കഴിഞ്ഞിട്ട് പലപ്പോഴും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് കേരള സർക്കാർ ഒരു വിചിത്രമായ ഒരു പദ്ധതിയുമായി നിലയിൽ വന്നത്. ഈ സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന 50,000 രൂപ അങ്ങനെ തന്നെ നിർത്തി, കേന്ദ്ര സർക്കാരിന്റെ 1.5 ലക്ഷം രൂപ അങ്ങനെ തന്നെ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് നിങ്ങൾ 1 ലക്ഷം രൂപ കൂടെ ഇട്ടിട്ട് ഇതിനെ ഒരു പുതിയ പദ്ധതിയായി ലൈഫ് മിഷൻ എന്ന പേരിൽ ഒരു പദ്ധതിയായി ഇത് അവതരിപ്പിച്ചു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പേര് പൂർണ്ണമായും അങ്ങ് വിഴുങ്ങി ലൈഫ് പദ്ധതി എന്ന പേരിലാണ് അവതരിപ്പിച്ചത്. ഇത് കേന്ദ്ര സർക്കാരിന് കൃത്യമായി അറിയാം. അതുപോലെ തന്നെ പിന്നീട് വേറൊരു സംഭവം നടന്നു. ഈ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ ആയുഷ്മാൻ ആരോഗ്യ പദ്ധതി എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞപ്പോൾ അതിനും ധാരാളം ആരോഗ്യ മേഖലയിൽ ധാരാളം ഫണ്ടുകൾ ഉണ്ടായി. അതായത് അവിടുത്തെ ഈ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽഫെയർ സെന്റേഴ്സ് എന്നായിരുന്നു അതിന്റെ തുടക്കത്തിലെ പേര്. അതിനെ പിന്നീട് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പുനർനാമകരണം ചെയ്തു തുടക്കത്തിൽ തന്നെ. ഇത് ഒരു വിധത്തിലും സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കാൻ വയ്യായിരുന്നു.
ഇത് ഇവിടെ മാത്രമല്ല, മിസോറാം, മേഘാലയ, പല സ്ഥലങ്ങളിലും ഈ മന്ദിർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഹിന്ദു സംവിധാനമാണ് പറയുന്നത്. അതായത് ആരോഗ്യ മന്ദിരം എന്നാണ്, അതായത് ആശുപത്രികൾ അല്ലെങ്കിൽ ആരോഗ്യ സംവിധാനം, ആരോഗ്യം ജനങ്ങൾക്ക് നൽകുന്ന ഒരു സംവിധാനം ഒരു ആരോഗ്യ മന്ദിരമായി മാറണം എന്ന് ഒരു സങ്കല്പമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതെങ്കിലും ഈ മന്ദിർ എന്ന് പറയുന്ന എന്തോ ഒരു ഹിന്ദു സങ്കല്പമാണെന്ന് പറഞ്ഞ് ഇതിനോട് വലിയ എതിർപ്പാണ് കേരളം തുടക്കത്തിൽ കാണിച്ചത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഫണ്ട് വന്നിട്ടും അതിനെ റെസിസ്റ്റ് ചെയ്ത് ചെയ്യില്ല എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയൊക്കെ എത്രയോ പ്രാവശ്യം പത്രങ്ങളോടും ചാനലുകളോടും പറഞ്ഞത് നമുക്കറിയാം. അങ്ങനെ ഈ ഫണ്ടുകൾ മുഴുവൻ മുടങ്ങിപ്പോയി. അവസാനം ഒരു നിവൃത്തിയുമില്ലാതെ വന്ന് കേന്ദ്രം ഈ പഴയ ഒരുപക്ഷെ ലൈഫിന്റെ അനുഭവം ഉള്ളത് കൊണ്ടായിരിക്കും ഈ പേരിടാതെ, അതായത് ഈ ഹെൽത്ത് സെന്ററുകൾക്ക് ആയുഷ്മാൻ ഭാരത്, ആയുഷ്മാൻ ആരോഗ്യ മന്ദിരം എന്ന് പേരിടാതെ, അതുപോലെ തന്നെ അവിടെ ആരോഗ്യം പരമധനം എന്ന് എഴുതി വയ്ക്കാതെ അതിന്റെ പിന്നെ ഹെൽത്ത് സെന്ററുകൾ ചുറ്റിൽ പുറത്ത് മഞ്ഞ പെയിന്റ് അടിക്കാതെ ഈ കാശ് നൽകില്ല എന്ന് കട്ടായം പറഞ്ഞിരുന്നു. അപ്പൊ കേരളം ഇതിനെ ഒരുപാട് പ്രതിരോധിച്ചെങ്കിലും അവിടുന്ന് വലിയ ഫണ്ടുകൾ കിട്ടാനുണ്ടായിരുന്നതുകൊണ്ട് അവസാനം അതും കീഴടങ്ങി. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ ഇപ്പോഴത്തെ ഈ നമ്മുടെ പ്രധാനമന്ത്രി PM ശ്രീ പദ്ധതിയെ നമ്മൾ കാണുവാൻ വേണ്ടി. എന്താണ് ഈ PM ശ്രീ പദ്ധതി? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു വലിയ പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്തായിരുന്നു അത്? നമ്മുടെ സ്കൂളുകൾ, അതായത് ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകളെ തിരഞ്ഞെടുത്തതിന് ശേഷം അവയെ മാതൃകാ വിദ്യാലയങ്ങളായി ഉയർത്തിക്കൊണ്ടുവരുന്ന വലിയൊരു പദ്ധതിയായിരുന്നു. ആധുനികമായ ലാബുകൾ, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സംവിധാനങ്ങൾ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാഭ്യാസ പദ്ധതി, അധ്യാപകരുടെ വികസനം, അതായത് ഈ നേച്ചർ ഫ്രണ്ട്ലി, ഈ ഹരിത പരമായ രീതികൾ, അതായത് നമ്മുടെ പരിസ്ഥിതി മോശമാക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ആ സ്കൂളിന് ചുറ്റും നടത്തുക എന്നൊക്കെ പറഞ്ഞിട്ട് 2022 മുതൽ 2027 കാലയളവിൽ 5 വർഷം നീണ്ടു നിൽക്കുന്ന കാലയളവിൽ ഏകദേശം 27,360 കോടി രൂപയുടെ പദ്ധതിയാണ് ഇന്ത്യ മുഴുവൻ ശരിക്കും പറഞ്ഞാൽ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇതിനെ 3 സംസ്ഥാനങ്ങൾ എതിർത്തു. 1 വെസ്റ്റ് ബംഗാൾ, 2 തമിഴ്നാട്, 3 കേരളം. എന്താണ് പ്രശ്നം? പ്രധാനമന്ത്രിയുടെ പേര് പറയുന്നത് അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. ഇതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. മാത്രമല്ല അവർ കണ്ട ഒരു വലിയ അപകടം, ഇതെന്തോ RSSന്റെ പദ്ധതി ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതിയാണെന്ന് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ട് തന്നെ ഇതിനോട് അവര് എതിർത്തു നിന്നു. തമിഴ്നാട് സർക്കാർ വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു, ഇപ്പോഴും എതിർക്കുന്നു. വെസ്റ്റ് ബംഗാൾ, ഇത് 3 ഭരിക്കുന്ന ആരാന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. വെസ്റ്റ് ബംഗാൾ, മമതാ ബാനർജി ഇതിനോട് വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഇവിടെ ഒന്നും കാര്യമായിട്ടൊന്നും നടന്നില്ല. കേരളവും നമുക്കറിയണം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2022 തുടങ്ങിയാണ്, ഇതിപ്പോ 2025 ഈ 3 വർഷം ഈ ഫണ്ടുകൾ ലഭിക്കാതെ പോയി. ഇത് കേരളത്തിന് എത്രയാണ് ലഭിക്കേണ്ടിയിരുന്ന ഫണ്ടെന്ന് കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോവുക. ഏകദേശം 340 സ്കൂളുകളിലായി 1500 കോടി രൂപയായിരുന്നു കേരളത്തിന് അനുവദിച്ചിരുന്നത്. ഇതിനകത്ത് 60%, ഈ 1500 കോടി എന്ന് പറയുമ്പോൾ അത് 60%. ബാക്കി 40% കേരളം ഇടണം, അത് സംസ്ഥാനങ്ങൾ ഇടണം. എല്ലാ സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. കേന്ദ്ര വിഹിതം എന്ന് പറയുന്നത് 60%, സംസ്ഥാന വിഹിതം എന്ന് പറയുന്നത് 40%. ഇത് ഏകദേശം 260 സ്കൂളുകളിൽ ആണ് ഒറിജിനലി പ്ലാൻ ഇട്ടിരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ് 340ഓളം സ്കൂളുകളിൽ ഇത് ചെയ്യുന്നു എന്നാണ്. ഇത് നമ്മൾ നോക്കണേ, സംസ്ഥാന സർക്കാരിന്റെ ഒരു സ്കൂളും ചെയ്തില്ല. അതേസമയം കേരളത്തിലെ ഏകദേശം 30-40 കേന്ദ്രീയ വിദ്യാലയങ്ങൾ വളരെ ഭംഗിയായിട്ട് നടത്തി. നവോദയ വിദ്യാലയങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇത് നടപ്പിലാക്കി. ഇത് രണ്ടും കേന്ദ്രത്തിന്റെ കീഴിലായതുകൊണ്ട് അവരത് ഭംഗിയായിട്ട് നടപ്പിലാക്കി. സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒരു ഗുണവും ലഭിക്കാതെ പോയി ഇവരുടെ എതിർപ്പ് കാരണം. ഈ സംഭവം ഇപ്പോഴാണ് നമ്മുടെ സർക്കാർ, കേരളത്തിലെ ഇടത് സർക്കാർ തിരിച്ചറിഞ്ഞത്. അതാണ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞത്, ഇനി ഇങ്ങനെ ഫണ്ട് നഷ്ടപ്പെടുത്തുന്നതിൽ അർത്ഥമില്ല, കേരളം ഇത് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എഴുതി ഒപ്പിട്ടത്.
അപ്പോഴും അദ്ദേഹം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഇതിനകത്ത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കില്ല. പക്ഷേ നമ്മുടെ ശിവൻകുട്ടിയും കേരള സർക്കാരും ഇടത് പാർട്ടി പ്രവർത്തകരും ഇടത് നേതാക്കളും തിരിച്ചറിയേണ്ട, പ്രത്യേകിച്ച് CPI മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ ഫണ്ട് വരണമെങ്കിൽ ഭാരതത്തിന്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കണമെന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യമാണ്. അതില്ലാതെ ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റില്ല എന്നുള്ളത് ഇനിയെങ്കിലും ഈ വെറുതെ കിടന്ന് ആളുകളെ പറഞ്ഞ് പറ്റിക്കാതെ ഇത് തിരിച്ചറിയണം. എന്താണ് അതൊരു വളരെ സമഗ്രമായ പദ്ധതിയാണ്. അതൊരു RSS പദ്ധതിയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും BJPയുടെ അജണ്ടയോ ആണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇവർ അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് നമ്മുടെ സൈറ്റിൽ പോയി നോക്കിയാൽ, ഭാരത സർക്കാരിന്റെ വെബ്സൈറ്റിൽ പോയാൽ നോക്കിയാൽ കാണാം എന്താണ് PM ശ്രീ പദ്ധതി എന്നും എന്താണ് അത് പ്രാവർത്തികമാക്കിയാൽ നമ്മുടെ സ്കൂളുകൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളെന്നും അതിനകത്ത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അപ്പോ ഇതിനെ കാര്യം അറിയാതെ എതിർക്കുകയാണ് ഇന്നും. ഈ അൺഫോർച്ചുനേറ്റ്ലി CPM-ഉം CPI-യും തമ്മിൽ പോട്ടിയായി. അതായത് നമ്മുടെ CPM-ന്റെ സെക്രട്ടറി ഗോവിന്ദ മാഷോട് ആരോ ചോദിച്ചു, ഈ ചാനലിൽ അയച്ചു, CPI-യോ പോകാൻ പറ എന്നുള്ള ഒരു ലൈനിൽ പറഞ്ഞത് CPI-ക്ക് വളരെ ബുദ്ധിമുട്ടായി. അതാണ് ഇന്ന് ബിനോയ് വിശ്വം വളരെ ശക്തമായിട്ട് CPI-യുടെ മന്ത്രിമാരോട് മന്ത്രിസഭാ യോഗത്തിൽ ഇതിനെ എതിർക്കാൻ പറഞ്ഞത്. വെറുതെ ഒരു ഈഗോ പ്രശ്നമാണ്. അതായത് ഒരു ഈഗോ പ്രശ്നത്തിന്റെ പേരിൽ കേരളത്തിന് ലഭിക്കേണ്ട 1500 കോടി ഇല്ലാതാക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. എന്തായാലും ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് CPM ഇതുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. വളരെ നല്ല കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ആവാസ് യോജന പദ്ധതി ലൈഫ് മിഷൻ ആക്കി മാറ്റിയതുപോലെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ആരോഗ്യ മന്ത്രർ എന്ന് പേരിടുന്നതിനകത്ത് വിമുഖത കാണിച്ചതുപോലെ വെറുതെ മുട്ടാപ്പോക്ക് പറഞ്ഞ് കിട്ടാവുന്ന കാശ് ഇല്ലാതാക്കരുത് എന്ന് മാത്രമേ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. എന്തായാലും ഇതിനകത്ത് ഇപ്പൊ കോൺഗ്രസ് എന്താണ് ആരോപിക്കുന്നത്? ഇത് CPM-ഉം കണ്ടോ, CPM-ഉം BJP-യും തമ്മിലുള്ള ഒത്തുകളിയാണ്. എന്ത് ഒത്തുകളിയാണ്? കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറച്ചും കൂടെ ഒരു മാന്യത ഉണ്ടായിരുന്നു. ഇത് അവർ ഭരിക്കുന്ന പാർട്ടികൾ എന്ന് വെച്ചാൽ കോൺഗ്രസിന് അതിനകത്ത് ഒരു പങ്കുമില്ല. അപ്പൊ അതുകൊണ്ട് അവർക്കത് സഹിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അതായത് CPM കൊണ്ടുവരുന്ന ഇത് PM ശ്രീ പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയെ എതിർക്കുന്നത് കോൺഗ്രസ് ആണ്. അതവർ പറയുന്ന ന്യായം BJP-യും CPM-ഉം തമ്മിലുള്ള അന്തർധാര എന്നാണ്. അപ്പൊ ചുരുക്കം പറഞ്ഞാല് അന്തർധാര എന്നല്ല, രഹസ്യധാരണ എന്നാണ് അവർ ഉപയോഗിച്ച വാക്ക്. എന്തായാലും ഈ കുട്ടികൾക്ക് കിട്ടേണ്ട ഈ ആനുകൂല്യം ഇല്ലാതാക്കുന്നത് വലിയ അബദ്ധമാണ്. 260 സ്കൂളാണെങ്കിൽ 260 സ്കൂൾ അവിടെ എന്തൊക്കെയാണ്, അവിടെ വേഗത്തിലുള്ള ആ സ്കൂളുകളെ തിരഞ്ഞെടുത്ത് അവിടെ സിവിൽ ജോലികള്, ലാബുകള്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സംവിധാനങ്ങൾ, അവിടെ വൈകല്യങ്ങളുള്ള കുട്ടികൾക്ക് ഉണ്ടാക്കുന്ന പ്രത്യേക സംവിധാനങ്ങൾ, അധ്യാപകരുടെ പരിശീലനം, ഇതൊക്കെ ഈ വെറുതെയുള്ള രാഷ്ട്രീയ തർക്കത്തിന്റെ പേരിൽ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരോട് ചെയ്യുന്ന വലിയ അനീതിയാണെന്ന് CPM മനസ്സിലാക്കണം. CPM-ന് മനസ്സിലായി. CPI പ്രത്യേകം മനസ്സിലാക്കണം, കോൺഗ്രസും മനസ്സിലാക്കണം എന്ന് മാത്രമേ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളൂ. ഇത് ചെയ്യാതിരിക്കുന്നതിനകത്തൊരു ഇപ്പം അവർ പറയുന്നത് CPM ഒരു U-ടേൺ എടുക്കുകയാണെന്നാണ്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി U-ടേൺ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കേരള സർക്കാർ ഒരു പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുകയാണ്. അത് കേരള സർക്കാർ പറയുന്നത് പോലെ ചെയ്താൽ മാത്രമാണല്ലോ അത് കൊടുക്കുക. അതിപ്പോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായാലും അങ്ങനെയല്ലേ ചെയ്യുക. നമ്മൾ എത്രയോ സ്ഥാപനങ്ങളിൽ MB വക എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ MLA വക കണ്ടിട്ടുണ്ടോ? ആ കെട്ടിടത്തിന്റെ പകുതിയോളം ഇവരുടെ പേര് ആണ് സാധാരണ അതിൽ പെയിന്റ് ചെയ്ത് വെക്കുക. അങ്ങനെ പേരെഴുതി വെക്കാമെങ്കിൽ എന്തുകൊണ്ട് കേന്ദ്രം കാശ് തരുമ്പോ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ഈ PM ശ്രീ എന്ന് വച്ചുകൂടാ എന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടിയല്ല. അത് ഇതേ MLA-മാര് അവർ നൽകുന്ന ഒരു ചെറിയ സ്കൂൾ കെട്ടിടത്തിന് ആ സ്കൂൾ കെട്ടിടത്തിന്റെ പകുതി ഭാഗവും അവരുടെ പേര് വെച്ചിട്ടാണ് ഇന്ന MLA വക അല്ലെ ഇന്ന MB-യുടെ ഫണ്ട് കൊണ്ട് വെച്ചത്. ഇത് എഴുതി വയ്ക്കാമെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഇതിനോട് അനുകൂലിച്ചുകൂടാ? അപ്പൊ വേണമെങ്കിൽ ഇപ്പം ഇന്ന MB വക എന്ന് പറഞ്ഞൊരു സ്ഥാപനം വരികയാണെങ്കിൽ വേണമെങ്കിൽ ആ പ്രദേശത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് എതിർക്കാമല്ലോ. അവരാരും എതിർക്കുന്നില്ല. അപ്പൊ ഇതുപോലത്തെ ഒരു പ്രസക്തി ഇല്ലാത്ത വെറുതെ മുട്ടാപ്പോക്ക് പറഞ്ഞ്
കേരളത്തിലെ കുട്ടികൾക്കും സാധാരണക്കാർക്കും ലഭിക്കേണ്ട വലിയ സൗകര്യങ്ങൾ ഇല്ലാതാക്കുന്നത് ജനങ്ങളോട് ചെയ്യുന്ന വലിയ ഒരു ക്രൂരതയാണ്. അത് CPI മനസ്സിലാക്കണം. CPIന് മനസ്സിലായതുകൊണ്ട് പറയുകയാണ്, അതൊരു വലിയ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസും മനസ്സിലാക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. നീതു, സർ പറഞ്ഞതുപോലെ PM ശ്രീ പദ്ധതി അതിൽ ഈ രാഷ്ട്രീയ വടംവലി കാരണം ഇല്ലാതായി പോകുന്നത് 1500 കോടിയുടെ വലിയ പാക്കേജുകളാണ്, വലിയ വലിയ പദ്ധതികളാണ്. കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് കൂടി ലഭിക്കേണ്ടുന്ന അവർക്ക് അർഹതപ്പെട്ട ചില ആനുകൂല്യങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്തെ സർക്കാരിന്റെ, CPIയുടെ, CPMന്റെ അതിനിടയിൽ എന്താ പറയാ മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ ഈ രീതിയിൽ പദ്ധതിയെ എതിർക്കുന്ന കോൺഗ്രസിന്റെ ഒക്കെ പിടിവാശികൾ കാരണം ഇല്ലാതായി പോകുന്നത്. എന്തായാലും PM ശ്രീ പദ്ധതി കൂടുതൽ ചർച്ചകളിൽ സജീവമാവുകയാണ്. കേരളം ഏത് രീതിയിൽ ഈ പദ്ധതിയെ ഇനി ഉപയോഗപ്പെടുത്തും എന്നത് കണ്ടറിയേണ്ടതാണ്. വ്യക്തമാണ്. താങ്ക് യു വിനോദ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.